നമസ്കാരം. പ്രതാപ് സു ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് 3 തരം കറിയും കൂടിയിട്ടുള്ള ഒരു ഉച്ചയൂണാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മാങ്ങക്കറി തയ്യാറാക്കാം. അതിനായിട്ട് 250 ഗ്രാം മാങ്ങ ഇതുപോലെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ബൗളിലേക്ക് ചേർക്കാം. 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കല്ലുപ്പ്, ഒരൽപ്പം കറിവേപ്പില, ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിവിടെ മാറിയിരിക്കട്ടെ. നമുക്കിനി ഇതിനകത്തേക്ക് ചേർക്കാനുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർക്കാം. ഇത് അരയാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറി തയ്യാറാക്കാം. കറി തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, 3 ചെറുള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരൽപ്പം കറിവേപ്പില. നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതുപോലെ മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ തിരുമ്പി വെച്ചിരിക്കുന്ന കൂട്ട് ചേർക്കാം. ഇതിനകത്തിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഈ സമയം തീ ഒരൽപ്പം കുറച്ച് വെക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ അത് മാങ്ങ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വാടി വന്നു കഴിയുമ്പോഴല്ലോ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. മിക്സിയുടെ ജാറ് കഴുകി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഇളക്കി വേവിക്കുക. അപ്പോൾ ഈ സമയത്ത് കറിയുടെ ഉപ്പും എരിവൊക്കെ പാകാണെന്ന് നോക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതേ സ്വാദിഷ്ടമായ നമ്മുടെ മാങ്ങാക്കറി തയ്യാർ. ഇതിനി ഇതിവിടെ മാറിയിരിക്കട്ടെ. നമുക്ക് അടുത്ത കറി തയ്യാറാക്കാം. ഇനി നമുക്കൊരു തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, ചെറിയ സവാള പൊടിയായി അരിഞ്ഞത്, 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്തൊന്ന് വാട്ടിയെടുക്കാം. ഒരൽപ്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടി വന്നു കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർക്കാം. ഒരു പിടി ബീൻസ് ചെറുതായി അരിഞ്ഞത്, 10 കോവയ്ക്ക ചെറുതായി അരിഞ്ഞത്, ഒരു പിടി പയർ ചെറുതായി അരിഞ്ഞത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കല്ലുപ്പ്, വേവാൻ ആവശ്യമായ വെള്ളം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഞാനിത് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ചെറു തീയിൽ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ 1-2 വട്ടം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് പകുതി കൂടുതൽ വേവായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർക്കാം. അതിനുശേഷം 2 മിനിറ്റ് നേരം ഒന്ന് തട്ടിപ്പൊത്തി വെക്കാം കേട്ടോ. വെച്ച് വേവിക്കാം. ഇളക്കി വേവിക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ തോരനും തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത കറി തയ്യാറാക്കാം. ഇനി നമുക്കൊരു ഉണക്കമാന്തൽ വറുത്തെടുക്കാം. അതിനായിട്ട് ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല വലിപ്പമുള്ള നങ്ക ഉണ്ടോ, അതായത് നമ്മളിവിടെ നങ്കെന്ന് പറയും, പലയിടത്തും പല പേരായിരുന്നു പറയുന്നത്, നങ്ക്, മാന്തൽ എന്നൊക്കെ പറയും. ഇതിൻ്റെ 2 സൈഡും തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞ് വെള്ളത്തിലിട്ടിട്ട് ഉപ്പൊക്കെ കളഞ്ഞെടുത്താൽ കേട്ടോ. അതിനി ഓരോ കഷ്ണങ്ങളാക്കി നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം. തീ കുറച്ചിട്ട് നല്ലതുപോലെ മുരിച്ച് വേവിച്ചെടുക്കാം. ഇതുപോലെ 2 വശവും മറച്ചിട്ട് നന്നായി മുരിഞ്ഞ് വന്നു കഴിയുമ്പോഴല്ലോ അതിൻ്റെ മുകളിൽ കൂടെ 1/2 ടീസ്പൂൺ മുളക് പൊടി വിതറി കൊടുക്കാം. ആദ്യം വിതറി കൊടുത്താൽ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇപ്പോൾ വിതറിയിട്ടുണ്ടല്ലോ, നമ്മളത് എങ്ങനെയാണ് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ മുളക് പൊടി തൊട്ട് കരിഞ്ഞും പോകില്ല, നമുക്ക് എരിവുണ്ടാവും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. പിന്നെ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി തിരുമ്മി വറക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വറക്കാട്ടോ. ഞാൻ സാധാരണ ഉണക്കമീനിലും മഞ്ഞൾപ്പൊടി തിരുമ്മി വറക്കാറില്ല. നമ്മുടെ 3 കൂട്ടം കറിയും തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചോറ് വിളമ്പാം. അപ്പോൾ നമുക്ക് കഴിക്കാം. നല്ല കുത്തിരി ചോറ്, കൂട്ടുതോരൻ, തേങ്ങ അരച്ച മാങ്ങാക്കറി, ഉണക്കമീൻ വറുത്തത്, അതായത് മാന്തൽ വറുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടെയും കൂട്ടിയിട്ടുള്ള നമുക്ക് കുഴച്ചൊരു പിടുത്താണ് പിടിക്കാം. സൂപ്പർ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ. നല്ല തനി നാടൻ മൂവാണ്ട മാങ്ങയുടെ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ പെട്ടെന്നൊന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് കഴിക്കട്ടെ.